മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്ന് പ്രവാസി മലയാളികൾക്ക് അല്ലെങ്കിൽ NRIകൾക്ക് നിയമപരമായി തന്നെ 0% നികുതി ലാഭം നേടാൻ സാധിക്കുമോ? സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ഈ ഒരു നികുതി ഇളവ് പ്രായോഗികമാണോ? അതെ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ദുബായ്, സിംഗപ്പൂർ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിൽ താമസിക്കുന്ന NRIകൾക്ക് വലിയൊരു നിക്ഷേപ അവസരമാണ് ഇന്ത്യ ഇപ്പോൾ തുറന്നു നൽകുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിയമപരമായ വശങ്ങളും അതോടൊപ്പം പ്രവാസികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമ്പോൾ വരുത്തുന്ന 5 വലിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. പ്രശസ്ത ധനകാര്യ സ്ഥാപനമായ ഇൻട്രസ്റ്റ് ഫാമിലി ഓഫീസ് കോ-ഫൗണ്ടറും ഡയറക്ടറുമായ ശ്രീപ്രിയ NS പങ്കുവച്ച അതീവ പ്രാധാന്യമുള്ള ഉൾക്കാഴ്ചകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾ NRI ആണെങ്കിലോ അല്ലെങ്കിൽ വിദേശത്ത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉള്ളവരാണെങ്കിലോ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ആ 0 നികുതി നിയമത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഇതിന് പിന്നിൽ ഇന്ത്യയും മറ്റ് വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള DTAA അഥവാ ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറാണ്. ഇവിടെ ഒരു പ്രധാന നിയമ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരിട്ട് കമ്പനികളുടെ ഓഹരികൾ വാങ്ങുമ്പോൾ അതിൽ നിന്നുള്ള ലാഭത്തിന് ഇന്ത്യയിൽ നികുതി നൽകണം. എന്നാൽ ഇൻകം ടാക്സ് ട്രിബ്യൂണലിന്റെ പുതിയ വിധികൾ പ്രകാരം മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരികളല്ല, അവ ട്രസ്റ്റുകളാണ്. അതുകൊണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ വാങ്ങുന്നത് ഓഹരികളല്ല, മറിച്ച് യൂണിറ്റുകളാണ്. ഇനി കരാറിലെ ആർട്ടിക്കിൾ 13(5) അഥവാ റെസിഡ്യൂവൽ ക്ലോസ് അനുസരിച്ച് ഓഹരികളോ റിയൽ എസ്റ്റേറ്റോ അല്ലാത്ത ഇത്തരം ആസ്തികളുടെ മേൽ നികുതി ഈടാക്കാനുള്ള പൂർണ്ണ അധികാരം ആ വ്യക്തി താമസിക്കുന്ന രാജ്യത്തിനാണ്, ഇന്ത്യക്കല്ല. ഇനി നമുക്ക് കണക്കുകൾ കൂട്ടാം. ദുബായ്, സിംഗപ്പൂർ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യക്തിഗത മൂലധന നേട്ടത്തിന് നികുതിയില്ല. ചുരുക്കത്തിൽ നികുതി വാങ്ങാൻ ഇന്ത്യക്ക് നിയമപരമായി അധികാരമില്ല. അധികാരം കിട്ടിയ വിദേശ രാജ്യങ്ങൾ നികുതി ഈടാക്കുന്നുമില്ല. അങ്ങനെയാണ് NRIകൾക്ക് ഇത് 0% ടാക്സ് ആയി മാറുന്നത്. കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ശ്രീപ്രിയ NS വ്യക്തമാക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന അത്ര ലളിതമല്ല കാര്യങ്ങൾ. നിങ്ങൾ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് പിൻവലിക്കുമ്പോൾ ഇന്ത്യൻ ഫണ്ട് ഹൗസുകൾ സാധാരണയായി TDS സ്വയമേവ കുറയ്ക്കും. ഈ പണം തിരികെ ലഭിക്കുന്നതിനായി നിക്ഷേപകർ തങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്, ഫോം 10F എന്നിവ സഹിതം ഇന്ത്യയിൽ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു ടാക്സ് കൺസൾട്ടന്റിന്റെ സഹായം ഇതിന് ആവശ്യമാണ്. അടുത്തതായി പ്രവാസികൾക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖലയായ റിയൽ എസ്റ്റേറ്റിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ചു കാലമായി പരമ്പരാഗതമായി ഭൂമിയോ ഫ്ലാറ്റോ വാങ്ങുന്ന രീതിയിൽ NRIകൾ മാറി ചിന്തിക്കുന്നുണ്ട്. 2024 ആദ്യ പകുതിയിൽ മാത്രം ഏകദേശം 26,000 കോടി രൂപയാണ് പ്രവാസികൾ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചത്. എന്നാൽ ഇപ്പോൾ വലിയ പ്രോപ്പർട്ടികൾ നേരിട്ട് വാങ്ങി മാനേജ് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം റീറ്റുകളോടും ഫ്രാക്ഷണൽ ഓണർഷിപ്പ് പ്ലാറ്റ്ഫോമുകളോടുമാണ്. കുറഞ്ഞ തുകയ്ക്ക് മികച്ച കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളിൽ നിക്ഷേപിക്കാമെന്നതും എളുപ്പത്തിൽ പണമാക്കി മാറ്റാമെന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. ശ്രീപ്രിയ ഒരു യഥാർത്ഥ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ 35 വർഷമായി US താമസിക്കുന്ന ഒരു ഹൈദരാബാദി കുടുംബത്തെ അവരുടെ ഇന്ത്യയിലെ പ്രോപ്പർട്ടികൾ മാനേജ് ചെയ്യാൻ ഇൻട്രസ്റ്റ് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ആദ്യ തലമുറയ്ക്ക് ഇന്ത്യയിലെ സ്വത്തുക്കളോട് വൈകാരിക ബന്ധമുണ്ടാകും. എന്നാൽ വിദേശത്ത് വളർന്ന അടുത്ത തലമുറയ്ക്ക് വിദേശത്ത് ഇരുന്നു കൊണ്ട് ഇവിടുത്തെ വാടകക്കാരെ മാനേജ് ചെയ്യാനും നിയമപ്രശ്നങ്ങൾ തീർക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് റീറ്റുകൾ പോലുള്ള സുതാര്യമായ നിക്ഷേപങ്ങൾ പ്രവാസികൾക്ക് തുണയാകുന്നത്. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമ്പോൾ NRIകൾ വരുത്തുന്ന 5 പ്രധാന തെറ്റുകളെ കുറിച്ച് ശ്രീപ്രിയ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമതായി, പണമൊഴുക്ക്, എസ്റ്റേറ്റ് പ്ലാനിംഗ് അല്ലെങ്കിൽ പണം തിരികെ വിദേശത്തേക്ക് കൊണ്ടുപോകൽ എന്നിവയിൽ കൃത്യമായ ലക്ഷ്യമില്ലാതെ നിക്ഷേപിക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത കുറവാണ്. ഇതാണ് പലരെയും പരാജയപ്പെടുത്തുന്നത്. രണ്ടാമതായി, എല്ലാ പണവും ഭൂമിയിലും ഫ്ലാറ്റിലും മാത്രം നിക്ഷേപിക്കുന്ന റിയൽ എസ്റ്റേറ്റിലെ അമിത നിക്ഷേപം വലിയ സാമ്പത്തിക റിസ്ക് ഉണ്ടാക്കുന്നു. മൂന്നാമതായി, ഇന്ത്യയിലെയും തങ്ങൾ നിലവിൽ ജീവിക്കുന്ന രാജ്യത്തെയും നികുതി നിയമങ്ങൾ കൃത്യമായി പഠിക്കാതിരിക്കുകയും നികുതി വ്യത്യാസങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നത് വലിയ തിരിച്ചടിയാകും. പ്രൊഫഷണൽ സഹായമില്ലാതെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പറയുന്നത് കേട്ട് മാത്രം നിക്ഷേപം നടത്തുന്ന അനൌദ്യോഗിക മാർഗങ്ങളുടെ ഉപയോഗമാണ് നാലാമത്തെ തെറ്റ്. ഇത് പിന്നീട് നിക്ഷേപത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കും. അഞ്ചാമതായി, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അനുയോജ്യമായ നിക്ഷേപ പദ്ധതികൾ ഒരു NRIക്ക് ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് കരുതുന്ന എല്ലാവർക്കും ഒരേ രീതി എന്ന സമീപനമാണ്. കാരണം കറൻസി മൂല്യ വ്യത്യാസങ്ങളും പണം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങളും പ്രവാസികൾക്ക് തികച്ചും വ്യത്യസ്തമാണ്. NRIകളുടെ നിക്ഷേപ ശൈലി പരിശോധിച്ചാൽ അവർ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലിസ്റ്റഡ് ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഡെറ്റ് ഇൻസ്ട്രുമെന്റുകൾ എന്നിവയിലെല്ലാം സന്തുലിതമായി നിക്ഷേപിക്കുന്നവരാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു തന്ത്രം ഇൻട്രസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. അതാണ് ഡിവിഡൻഡ് ഈൽഡ് പോർട്ട്ഫോളിയോ.
RBI നിയമപ്രകാരം കമ്പനികൾ നൽകുന്ന ഡിവിഡൻഡുകൾ 100% NRIകൾക്ക് വിദേശത്ത് കൊണ്ടുപോകാൻ സാധിക്കും. വിപണി അസ്ഥിരമാകുമ്പോൾ സ്ഥിരവരുമാനം ഉറപ്പാക്കാൻ പറ്റിയ മികച്ചൊരു പ്രതിരോധ തന്ത്രമാണിത്. ഇതുകൂടാതെ കലാവസ്തുക്കൾ, വിന്റേജ് കാറുകൾ, വില കൂടിയ വാച്ചുകൾ തുടങ്ങി ലക്ഷറി ശേഖരങ്ങളും വലിയ തോതിൽ പ്രവാസികളുടെ ലെഗസി പോർട്ട്ഫോളിയോയുടെ ഭാഗമാകുന്നുണ്ട്. ഇത് കേവലം ലാഭത്തിന് വേണ്ടി മാത്രമല്ല, അവരുടെ പാരമ്പര്യം നിലനിർത്താനും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കുമായിട്ടാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യ പ്രവാസികൾക്ക് നൽകുന്നത് വേരുകളും മികച്ച ലാഭവുമാണ്. മാതൃനാടോടുള്ള വൈകാരിക ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തോടെയും നിയമങ്ങൾ മനസ്സിലാക്കിയും നിക്ഷേപം നടത്തിയാൽ വലിയ നേട്ടങ്ങൾ പ്രവാസികൾക്ക് സ്വന്തമാക്കാം. ഇൻട്രസ്റ്റ് ഫാമിലി ഓഫീസിലെ ശ്രീ പ്രിയ NS പങ്കുവച്ച ഈ വിലയേറിയ വിവരങ്ങൾ നിങ്ങളുടെ നിക്ഷേപ യാത്രയ്ക്ക് സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു.